നീറ്റ് വിഷയത്തിൽ എസ്എഫ്ഐ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കിയടക്കം പ്രയോഗിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നെറ്റ് പരീക്ഷകളിൽ വൻ ക്രമക്കേട് ഉണ്ടായി എന്നും കേന്ദ്രം വളരെ അലക്ഷ്യമായാണ് പരീക്ഷകൾ നടത്തിയതെന്നും സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് എസ്എഫ്ഐ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. എസ്എഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിനിടെ പ്രവർത്തകർ പോലീസിന്റെ ഷീൽഡ് പിടിച്ചു വാങ്ങി തകർക്കാനുള്ള ശ്രമവും ഉണ്ടായി. വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, സംഘർഷ സ്ഥിതിയാണോ ഇപ്പോഴും തുടരുന്നത്? നിലവിൽ സംഘർഷം അയവ് വന്നിട്ടുണ്ട്. നിലവിൽ എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡിനപ്പുറത്തേക്ക് പ്രവേശിച്ച് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ സംഘർഷാവസ്ഥയായിരുന്നു അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രവർത്തകർ മുദ്രാവാക്യവുമായി എത്തി ബാരിക്കേഡിന് നേരെ അവർ ബാരിക്കേഡിലേക്ക് കയറാൻ ശ്രമിച്ചു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ബാരിക്കേഡിന് മുകളിലേക്ക് കയറി. ഇരുവശങ്ങളിൽ നിന്നും പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. ജലപീരങ്കി വളരെ വ്യാപകമായി എല്ലാ വശത്തേക്കും വളരെ അതിശക്തമായാണ് ജലപീരങ്കി പോലീസ് ഉപയോഗിച്ചത്. അതിന്റെ ഭാഗമായി എസ്എഫ്ഐ പ്രവർത്തകർ പ്രകോപിതരായി ബാരിക്കേഡ് അപ്പുറത്തേക്ക് ചാടിക്കടന്ന് പോലീസിന്റെ കയ്യിൽ നിന്നും അവരുടെ ഷീൽഡുകൾ വാങ്ങി അത് നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ശരീരം നശിപ്പിച്ച് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. അത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. എസ്എഫ്ഐ പ്രവർത്തകരെ തടയാൻ അല്ലെങ്കിൽ ഈ സംഘർഷാവസ്ഥ കൈകാര്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. ഇരുവശങ്ങളിൽ നിന്നും പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടിക്കിടക്കുന്നു. ബാരിക്കേഡുകൾ കെട്ടിവെച്ച കയറുകൾ മുറിച്ചിട്ട് എല്ലാ ബാരിക്കേഡുകളും താഴേക്ക് മറിച്ചിടുന്നു. അത്തരത്തിൽ പോലീസ് നിന്ന് സ്ഥലത്തേക്ക് ജലപീരങ്കിയുടെ അടുത്തേക്ക് പോയി. ഇപ്പോൾ നിലവിൽ എസ്എഫ്ഐ പ്രവർത്തകർ നിലത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശരി രാഹുൽ.